ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പരിചിതമില്ലയോ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി ഇല്ലാതാക്കാൻ സഹോദരങ്ങൾ തീരുമാനിക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജ്യേഷ്ഠന്മാർ 10 പേരാണ് ജ്യേഷ്ഠന്മാരായിട്ടുള്ളത്. യാക്കൂബ് നബിയുടെ 11ാമത്തെ മകനാണല്ലോ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊന്നുകളയാൻ സഹോദരങ്ങൾ തീരുമാനിക്കുകയാണ്, അഥവാ മൂത്ത ജ്യേഷ്ഠന്മാര് തീരുമാനിക്കുകയാണ്. കാരണം വാപ്പയാകുന്ന യാക്കൂബിന് വല്ലാത്ത പ്രിയമാണ് യൂസുഫ് നബിയോട്. യൂസുഫ് എന്ന പൊന്നുമോനെ കൊന്നുകളയാൻ അവർ തീരുമാനിച്ചു. യൂസുഫ് എന്ന സഹോദരനുള്ള വലിയ സൗന്ദര്യത്തിൽ അനിഷ്ടമുളവാക്കിയ സഹോദരങ്ങൾ രഹസ്യമായി കൂടിയാലോചന നടത്തുകയാണ്. ഉപ്പയുടെ അടുക്കൽ നിന്ന് എങ്ങനെയെങ്കിലും അനുജനെ കൊണ്ടുപോകണം, അവനെ കൊന്നുകളയണമെന്ന നിയത്തിലാണ്. അവരൊറ്റ ലക്ഷ്യത്തിൽ തന്നെ അവർ നിലകൊണ്ടു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹോദരങ്ങൾ കൊണ്ടുപോയാണ്. ഉപ്പയോട് ചോദിക്കുകയാണ്, ആവശ്യമറിയിക്കുകയാണ്, ഞങ്ങളുടെ കൂടെ പ്രിയപ്പെട്ട അനുജനെ ഒന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ താല്പര്യം വെക്കുന്നു. കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോയാണ് കച്ചവടത്തിന് വേണ്ടി ഞങ്ങൾ കൂടെ കൂട്ടുകയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആവശ്യം പറഞ്ഞപ്പോ യാക്കൂബ് നബി പറഞ്ഞു, പറ്റൂല. കാരണം ഇവനെ ചെന്നായ പിടിക്കും, നിങ്ങൾ നോക്കൂല, നിങ്ങൾ അശ്രദ്ധ പതിപ്പിക്കും. മക്കള് നിർബന്ധം ചെലുത്തി, സഹോദരങ്ങൾ നിർബന്ധം ചെലുത്തിയില്ല, ഞങ്ങൾ നല്ലതുപോലെ നോക്കാം. നിർബന്ധം ചെലുത്തിക്കൊണ്ടവർ കൊണ്ടുപോയ സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അന്ന് വയസ്സ് 10 ആണോ അതല്ല 17 ആണോ? രണ്ടഭിപ്രായം ഉലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അവിടുന്ന് തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുന്നു, വയസ്സ് 10 ആണ്. കാരണം അന്ന് സഹോദരങ്ങൾ യൂസുഫ് എന്ന പൊന്നുമോനെ കൊണ്ടുപോയിട്ടുള്ളത് തോളിൽ ചുമന്നുകൊണ്ടാണ്. 17 വയസ്സുള്ള ഒരു കുട്ടിയെ സാധാരണ രീതിയിൽ ആരും അങ്ങനെ തോളിൽ ചുമക്കാറില്ല. അപ്പൊ വയസ്സ് 10 ആണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ്. ഏതുമായിക്കോട്ടെ, 10 വയസ്സുള്ള കുട്ടിയെ തോളിൽ ചുമന്നുകൊണ്ട് സഹോദരങ്ങൾ കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോകുന്ന വഴിയിൽ അവരുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, ഇവനെ കൊല്ലണം. അതാണ് അവരുടെ തീരുമാനം. പോകുന്ന വഴിയിൽ മൂത്ത സഹോദരൻ അഥവാ യാക്കൂബ് നബിയുടെ മൂത്ത മകനാകുന്ന യഹൂദ പറഞ്ഞു, നമുക്കിവനെ കൊല്ലണ്ട, ഏതെങ്കിലും പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയിടാം. യഹൂദയുടെ പിൻഗാമികളാണ് യഹൂദികൾ എന്ന് ചരിത്രത്തിൽ കാണാം. യാക്കൂബ് നബിയുടെ മൂത്ത മകൻ യഹൂദ പറഞ്ഞു, നമുക്കിവനെ കൊല്ലുന്നതിന് പകരം പൊട്ടക്കിണറ്റിലിടാം. അങ്ങനെയാണ് പൊട്ടക്കിണറ്റിലിടാനുള്ള തീരുമാനത്തിന്മേൽ ബാക്കിയുള്ളവർ ഐക്യപ്പെടും. നേരെ കൊണ്ടുവന്നു പൊട്ടക്കിണറ്റിന്റെ വക്കിൽ വെച്ചു. എന്തിനായി ചരിത്രം പറയുന്നത്? ബഹുമാനപ്പെട്ട ഈ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ ചരിത്രത്തിലൂടെ മനസ്സിലാക്കി തരികയാണ്. ആരാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുള്ളത് ഈ ചരിത്രത്തിലൂടെ മനസ്സിലാക്കി. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിന്റെ വക്കിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാ. പൊട്ടക്കിണറ്റിന്റെ വക്കിൽ നിന്നുകൊണ്ട് സഹോദരങ്ങൾ കൈകാലുകൾ പിടിക്കുകയാണ്, ബന്ധിക്കുകയാണ്. പൊട്ടക്കിണറ്റിന്റെ താഴേക്ക് വലിച്ചെറിയാൻ വേണ്ടി തുനിയുകയാണ്. താഴേക്ക് ഇടുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ഉടനെ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ നജ്ജിനി മിൻ ഹാദിഹിൽ ബലായാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ ബലാ മുസീബത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ അല്ലാഹ്, രക്ഷിക്കണേ അല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്,
ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ തിരുസവിധത്തിലാണ് ഈ സമയത്തുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ എന്നോട് ആജ്ഞാപിക്കുകയാണ്, അതിരികഅബ്ദി യാ ജബറായീൽ, അല്ലയോ ജിബ്രീലേ, ജിബ്രീലേ, എന്റെ ദാസനാകുന്ന യൂസുഫിനെ പിടിക്കണേ ജിബ്രീലേ, എന്റെ ദാസനാകുന്ന യൂസുഫിനെ പിടിക്കണേ ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ ആജ്ഞ കിട്ടേണ്ട താമസം ഞാനിതാ ഭൂമിയിലേക്ക് പറന്നിറങ്ങുകയാണ്. പൊട്ടക്കിണത്തിന്റെ താഴേക്ക് എത്തുകയാണ്. ആദ്യമായി പൊട്ടക്കിണത്തിന്റെ താഴെ എത്തിയത് ഞാനാണ്. യൂസുഫ് നബിയെ ഞാൻ എന്റെ കൈകളിൽ കോരിയെടുത്തു എന്ന് സയ്യിദുനാ ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, വ ഇന്ന മൻസിലത്തൽ മുഅ്മിനി ഇൻദല്ലാഹ് അഅ്ളമു മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖറബീൻ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിന്റെ അടുക്കൽ മുഅ്മിനായ മനുഷ്യനുള്ള സ്ഥാനം മഹാനായ ജിബ്രീലിനേക്കാൾ പവറാണ്, ജിബ്രീലിനേക്കാൾ സ്ഥാനമാണ്. ഏത് ജിബ്രീലാണ്? ജിബ്രീലാണ് ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിൽ നിന്ന് ഓർഡർ കിട്ടേണ്ട താമസം ഭൂമിയിലെത്തി, പൊട്ടക്കിണത്തിന്റെ താഴെ എത്തി. യൂസുഫ് എന്ന പൊന്നമോനെ സഹോദരങ്ങൾ പൊട്ടക്കിണത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുമ്പോ ആകാശത്തിന്റെ അധിപന്റെ അടുക്കൽ നിന്ന് ഓടി വന്നുകൊണ്ട് കൈകളിൽ കോരിയെടുത്ത് യൂസുഫ് എന്ന കുട്ടിയെ രക്ഷപ്പെടുത്തിയ ജിബ്രീലിനേക്കാൾ സ്ഥാനമുണ്ട് മുഅ്മിനെന്ന് ഹബീബായ റസൂലുള്ളാഹി. അങ്ങനത്തെ ജിബ്രീലിനേക്കാൾ പവറുണ്ട് നമുക്ക്, മനസ്സിലാക്കണം. സാധാ സീതാ മുഅ്മിനിന്, സാധാരണ മുഅ്മിൻ തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഉറപ്പെടുത്തുകയാണ്, വ ഇന്നഹു ലയഅരിഫുഹു അഹ്ലുസ് സമാ കമാ യഅരിഫുഹു അഹ്ലുഹു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മുഅ്മിനായ മനുഷ്യന് ജിബ്രീലിനേക്കാൾ സ്ഥാനമുണ്ടെന്ന് മാത്രമല്ല, ആ മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് ആകാശ ലോകത്തുള്ളവർക്കറിയുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വ ഇന്നഹു ലയഅരിഫുഹു അഹ്ലുസ് സമാ കമാ യഅരിഫുഹു അഹ്ലുഹു. മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് ആകാശ ലോകത്തുള്ള സർവർക്കും അറിയുമത്രേ, അവനെ കുറിച്ച് അവന്റെ കുടുംബക്കാർക്കറിയും പ്രകാരമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആകാശ ലോകത്തുള്ളവർ നമ്മളെ കുറിച്ച് അറിയാം, നമ്മളെ കുറിച്ച് ചർച്ചയാണ് എന്ന്. ആകാശത്ത് ആരാ ഉള്ളത് അതറിയണ്ടേ? മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ഫിസ് സമാഇ മൗദിഉ ഖദമിൻ ഇല്ലാ വഫീഹാ മലായിക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, ആകാശ ലോകത്തൊരു ചവിട്ടടിക്കുള്ളതായ സ്ഥലമില്ല സഹാബ, സ്ഥലമില്ല, ഇല്ലാ വഫീഹാ മലായിക, അവിടെയെല്ലാം മലക്കുകളാണ്, മലക്കുകളാണ്. ആകാശ ലോകത്ത് ഒരു ചവിട്ടടിക്കുള്ള സ്ഥലമില്ല, അവിടെ ആരുണ്ട്? ആരുണ്ട്? മലക്കുകളാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഏഴ് ആകാശം നിറയെ ഓരോ ചവിട്ടടിയിലും മലക്കുകൾ. ചിന്തിച്ചു നോക്കൂ. അപ്പൊ കോടിക്കണക്കിന് മലക്കുകളാണ്. ആ മലക്കുകൾക്ക് മുഴുവനും ആരറിയാം? മോമിനായ മനുഷ്യനെ കുറിച്ചറിയാം, ചർച്ചയാണ് അവിടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലായിക്കോ? അപ്പൊ നമ്മൾ സാധാ സീതാ മോമിനല്ല, നല്ലതുപോലെ മനസ്സിലായി. നമുക്കൊരു പവർ അല്ലാഹു നൽകിയിട്ടുണ്ട്, ഒരു സ്ഥാനം അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ സ്ഥാനമാനങ്ങളെ നമ്മൾ കെടുത്തിക്കളയാൻ പാടില്ല. നമ്മുടെ ദുഷ്ചെയ്തികളിലൂടെ, മോശമായ പ്രവർത്തനങ്ങളിലൂടെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് കടമകൾ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ആ കടമകൾ കറക്റ്റാക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ, ആഖിറത്തിലും രക്ഷപ്പെടുകയുള്ളൂ, പാരത്രിക ലോകത്ത് നമ്മൾ വിജയിക്കുകയുള്ളൂ. കടമകൾ നമ്മൾ പൂർത്തീകരിക്കണം. മാതാപിതാക്കളാകുന്ന, രക്ഷിതാക്കളാകുന്ന സഹോദരങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചോളി. നമുക്ക് ചില കടമകൾ നമ്മുടെ മക്കളോടുണ്ട്. ആ കടമകൾ നമ്മൾ പൂർത്തീകരിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയുള്ളൂ. പാരത്രിക ലോകത്ത് നമ്മൾ വിജയിക്കണമെങ്കിൽ ആ കടമകൾ നമ്മൾ ശരിക്കും പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും വിജയിക്കുകയില്ല. അതിൽ ഒന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ കടമകൾ പൂർത്തീകരിക്കുന്നവൻ മാത്രമേ ആഖിറത്തിൽ രക്ഷപ്പെടുകയുള്ളൂ. ഒരിക്കൽ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു പിതാവ് തന്റെ പ്രിയപ്പെട്ട മകനെയും കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ്. വാപ്പ തന്റെ പ്രിയപ്പെട്ട മകനെ കുറിച്ച് പരാതിപ്പെടാനാണ് ചെല്ലുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് അമീറുൽ മുഅ്മിനീനോടായി പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, ഇന്ന ഇബ്നി ഹാദാ യഅഖുനി, എന്റെ ഈ മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുട്ടിയെ അടുത്തേക്ക് നിർത്തി. എന്നിട്ട് അവന്റെ രണ്ട് ചുമലുകളിൽ കൈവച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ ഗുലാം അമാ തഖാഫുല്ലാഹ ഫീ ഉഖൂഖിൽ വാലിദൈൻ. അല്ലയോ പൊന്നുമോനെ, പൊന്നുമോനെ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ അല്ലാഹുവിനെ നീ പേടിക്കുന്നില്ലയോ, ഭയപ്പെടുന്നില്ലയോ? അമാ തഖാഫുല്ലാഹ ഫീ ഉഖൂഖിൽ വാലിദൈൻ. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ അല്ലാഹുവിനെ നീ ഭയക്കുന്നില്ലയോ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിയോടായി ചോദിക്കുക. വമിൻ ഹുഖൂഖിൽ വാലിദൈനി കദാ വകദാ. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ ഇന്നൊക്കെയാണ്, അത് ഇന്നതൊക്കെയാണ്. ഓരോന്നോരോന്ന് എണ്ണി എണ്ണി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുട്ടിക്ക് പറഞ്ഞു. ഇതെല്ലാം നല്ലതുപോലെ ശ്രദ്ധിച്ചു. കുട്ടി ഇതെല്ലാം പരിപൂർണമായി കേട്ടു. അവസാനമായി കുട്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീനെ, എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ലില്ലിബ്നി അലൽ വാലിദൈനി ഹഖ്ഖുൻ. മാതാപിതാക്കൾക്ക് മക്കളോട് ബാധ്യതയുണ്ടോ? മക്കളോട് കടമയുണ്ടോ? നിങ്ങൾ ഇതുവരെ പറഞ്ഞത് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമയാണ്. അവരോട് ചെയ്യുന്ന വാക്ക് പറയരുത്, അവരെ അടിക്കരുത്, അവരെ തൊഴിക്കരുത്, അവര് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കാൻ പാടില്ല, അവര് നടക്കുന്നതിന് മുമ്പിലൂടെ നിങ്ങൾ നടക്കാൻ പാടില്ല, അവരൊരു സ്ഥലത്ത് ഇരിക്കുന്നതിന് മുമ്പ് കയറി കയറി ഇരിക്കരുത്, ചാടിക്കയറി വർത്തമാനം പറയരുത്, ഇങ്ങനെയുള്ള ഉപദേശം. ശരി, അതെല്ലാം ഓക്കെ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ലിൽ ഇബ്നി അലൽ വാലിദൈനി ഹഖ്ഖുൻ. മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല ബാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉടനെ പറയുകയാണ്, നഅം ഉണ്ട് മോനെ, സലാസത്തു ഹുഖൂഖ്. മൂന്ന് ബാധ്യതകൾ ശ്രദ്ധിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കൾ, മക്കളോടുള്ള കടമകൾ, മക്കളോടുള്ള ബാധ്യതകൾ, അത് മൂന്നെണ്ണം മർമ്മപ്രധാനമാണ്, ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു ആ മൂന്നെണ്ണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകട്ടെ. മൂന്നിൽ ഒതുങ്ങുന്നില്ല, ഒരുപാട് ബാധ്യതകൾ ഉണ്ട് എങ്കിലും ആ മൂന്നെണ്ണം മർമ്മപ്രധാനമാണ്, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. മർമ്മപ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാകുന്ന മൂന്ന് ബാധ്യതകളാണ്. നല്ലതുപോലെ ശ്രദ്ധിച്ചോ. അൽ ഊലാ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ബാധ്യത ഏതെന്നറിയുമോ? അയ്യസ്തൻജിബ ഉമ്മഹു, അയ്യസ്തൻജിബ ഉമ്മഹു. വാപ്പ ശ്രദ്ധിക്കേണ്ട ബാധ്യതയാണ്. അഥവാ കുട്ടിയുടെ ഉമ്മ, അഥവാ നീ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണ് സാലിഹത്താകൽ നിർബന്ധമാണ്. നീ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണ് സാലിഹത്തായില്ല എങ്കിൽ അതിലൂടെ ഈ ലോകത്തേക്ക് കടന്നു വരുന്നതാകുന്ന കുട്ടികളോടുള്ള കടമയിൽ നീ വീഴ്ച വരുത്തിയവനാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമത്തെ ബാധ്യത ഭാര്യ സാലിഹത്തായിരിക്കണം, കുട്ടിയുടെ ഉമ്മ സാലിഹായിരിക്കണം. എങ്ങനെയെങ്കിലും പെണ്ണ് കെട്ടുക എന്നുള്ള ലക്ഷ്യമാകരുത്. പെണ്ണ് കെട്ടുന്നത് നോക്കി തന്നെ കെട്ടണമെന്നർത്ഥം. സാലിഹായ പെണ്ണിനെ വിവാഹം ചെയ്യണം. നല്ലതുപോലെ ശ്രദ്ധിക്കും. വിവാഹത്തിന് മുമ്പ് നടക്കുന്ന എത്രയോ അശ്ലീലമാകുന്ന ഫോൺ വിളികൾ ഇന്ന് സമൂഹത്തിൽ വളരെ കൂടിയിരിക്കുകയാണ്. നിശ്ചയത്തിന്റെ സമയത്ത് തന്നെ പരസ്പരം ഫോൺ കൈമാറ്റം ചെയ്യുന്ന രീതി ഇന്ന് സമൂഹത്തിൽ കൂടി വരിക. ചെറുക്കന്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഒരു ഫോൺ കൈമാറുന്നു. രണ്ട് വീട്ടുകാരും അറിഞ്ഞുകൊണ്ട് തന്നെ ഫോൺ വിളിക്കുന്നതിന് രഹസ്യമായി അനുമതി നൽകുന്നു. പരസ്പരം ചെറുക്കനും പെണ്ണും വിവാഹത്തിന് മുമ്പ്, നിക്കാഹിന് മുമ്പ് തന്നെ ഒരുപാട് ഭാഷണങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്നു. ഇത് പരിശുദ്ധ ഇസ്ലാം പാടില്ല എന്ന് പണ്ടേ വിലക്കിയ വസ്തുതയാണ്. കാരണം ഈ ഭാഷണം സത്യത്തിൽ വ്യഭിചാരമാണ്. പലരും ഈ വിഷയത്തിൽ അശ്രദ്ധരാണ്. മോശമായ ഭാഷണം എന്ന് പറയുന്നത് വ്യഭിചാരമാണ്. അന്യ പെണ്ണുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, വിവാഹത്തിന് മുമ്പ് തന്നെ സ്ത്രീകളുമായിട്ടുള്ളതാകുന്ന കൂടിക്കാഴ്ചകൾ എത്രയോ ആളുകൾ നടത്തുന്നുണ്ട്, എത്രയോ സഹോദരങ്ങൾ നടത്തുന്നുണ്ട്. കോളേജിൽ പഠിക്കുന്ന എത്രയോ വിദ്യാർത്ഥികൾ പരസ്പരം കണ്ടുകൊണ്ട് സംവദിക്കുന്നു, സംസാരിക്കുന്നു, പരസ്പരം ഇടപഴകുന്നു, പ്രണയിക്കുന്നു, പ്രണയ ജോഡികളാകുന്നു. ഇതൊക്കെ പരിശുദ്ധ ശരീഅത്തിൽ ഇസ്ലാം പാടില്ല എന്ന് വിലക്കിയിട്ടുള്ള വസ്തുതയാണ്. എന്തുകൊണ്ട്? അന്യ പെണ്ണിനെയുള്ള കാണൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال رسول الله صلى الله عليه وسلم ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഫൽഐനാനി തസ്നിയാൻ ഫസിനാഹുമാ അന്നദറു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. രണ്ട് കണ്ണുകൾ വിചരിക്കുന്നുണ്ട് സഹാബ. രണ്ട് കണ്ണിന്റെ വിചാരം ഹറാമായ നോട്ടമാണ്. എത്രയോ മുസ്ലിം സഹോദരങ്ങൾ, എത്രയോ ചെറുപ്പക്കാർ കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നത് തന്നെ അന്യ പെണ്ണിനെ കാണണമെന്നുള്ള ലക്ഷ്യത്തിൽ പഠിക്കാൻ പോകുന്ന ചെറുപ്പക്കാരാ. പഠിക്കാൻ വേണ്ടി രാവിലെ ബാഗ് തൂക്കി ഉറങ്ങുന്ന പെങ്ങളെ, നിന്റെ യാത്ര തന്നെ വിചാരമല്ലയോ? അവരുമായിട്ടുള്ള കൂടിക്കാഴ്ച വിചാരമാണ്. അന്യ പെണ്ണിനെ കണ്ടുകൊണ്ടിരിക്കൽ, അവളുമായി ഭാഷണം നടത്തൽ, അവളുമായി സംസാരം നടത്തൽ, അത് നാവിന്റെ വിചാരമാണ്. നാവിന് വിചാരമുണ്ട് സഹാബ. ഫസിനാഹു അൽ കലാം. നാവിന്റെ വിചാരം ഹറാമായ ഭാഷണമാണ്. എത്രയോ മുസ്ലിം സഹോദര സഹോദരിമാര്, എത്രയോ ആളുകൾ മോശമായ രീതിയിൽ സംസാരത്തിൽ ഏർപ്പെടുന്നവരില്ലയോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അറബിയുടെ ചാട്ടമാരണി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയിലത്ത് പ്രതിസന്ധികൾ അകപ്പെട്ടുകൊണ്ട് നിലകൊള്ളുമ്പോഴും തന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ ഓർത്തുകൊണ്ട് പട്ടിണി കിടക്കുന്ന ഭർത്താവ് ആ കുടുംബത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയാണ്. ഭാര്യയാണെങ്കിലോ ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത മൊബൈൽ ഫോൺ, അതുമായിട്ട് കാമുകനുമായി എപ്പോഴും സംസാരമാണ്. അവന്റെ കിളിനാദങ്ങൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന പെങ്ങളെ പഠിച്ചു വെക്കണേ. നാവിന് വ്യഭിചാരമുണ്ട് സാബ, വ്യഭിചാരമുണ്ട് സാബ. ഫസിനാഹു അൽ കലാം. നാവിന്റെ വിചാരം ഹറാമായ ഭാഷണമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വൽഉദ്നാനി
തസ്നിയാൻ രണ്ട് കാതുകൾക്ക് വിചാരമുണ്ട് സാബ കാതുകൾക്ക് വിചാരമുണ്ട് സാബ ഫസിനാഹുമാ അസ്സമഉ കാതിന്റെ വിചാരം ഹറാമായ ഭാഷണങ്ങൾ കേൾക്കലാണ് എത്രയോ മോശപ്പെട്ട സംസാരങ്ങളാണ് നഊദു ബില്ലാഹ് ഇന്റർനെറ്റിലുള്ളത് പരമാവധി ദേശത്തുള്ള മുസ്ലിം താത്തമാരുടെ മോശപ്പെട്ടതാകുന്ന കോളുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ട് ഇന്റർനെറ്റിൽ വിൽക്കുകയല്ലയോ ലോകം മുഴുവനും അത് കേട്ടുകൊണ്ടിരിക്കുകയല്ലയോ നഊദു ബില്ലാഹ് ഭർത്താവിനെ വഞ്ചിക്കരുത് പെങ്ങളെ ഭാര്യമാരെ വഞ്ചിക്കരുത് സഹോദരാ നാളെ പടച്ചറബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ കഠിനമായ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി അകപ്പെടുന്നവരാണ് നഊദു ബില്ലാഹ് ഹറാമായ ഭാഷണങ്ങൾ കേട്ടുകൊടുക്കുന്ന എത്രയോ കാമുകന്മാരുണ്ട് രഹസ്യമായിട്ടുള്ള ഭാഷണങ്ങൾ നടത്തുന്നവരില്ലയോ 40 വയസ്സുള്ള 4 മക്കളുള്ള സ്ത്രീകളായിക്കോട്ടെ 10 പ്രസവിച്ചതായിക്കോട്ടെ ഏത് പെണ്ണായിരുന്നാലും അന്യാഗണം അവളുമായി ഭാഷണം നടത്തണമെന്ന് ലക്ഷ്യം വെക്കുന്നവരെ 4 മക്കളുള്ളതാകുന്ന തന്തയായാലും കുഴപ്പമില്ല അന്യ സ്ത്രീകളുമായിട്ട് പുരുഷന്മാരുമായി ചങ്ങാത്തം പുലർത്തുന്ന സഹോദരി നീ സംസാരിക്കുന്നതും നീ കേൾക്കുന്നതുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന രേഖപ്പെടുത്തുകയാണ് മാ യൽഫിദു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖാഫിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യാമാനവാ നീ ഉച്ചരിക്കുന്നതാകുന്ന സർവ്വതും നീ പ്രവർത്തിക്കുന്നതും വാഗൊണ്ട് ഉച്ചരിക്കുന്നതായ ഓരോ വാക്കുകളും അടയാളം ചെയ്യപ്പെടുകയാണ് ഓരോന്നും മലക്കുകൾ എഴുതുകയാണ് ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് അത് നന്മയാണെങ്കിൽ നന്മയായി തിന്മയാണ് എങ്കിൽ തിന്മയായി കൃത്യമായി മലക്കുകൾ രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് സംസാരങ്ങളെ ശ്രദ്ധിക്കണേ നാവിനെ ഒന്ന് കഠിനാനണേ മോശമായ ശൈലിയിലേക്ക് പോകരുതേ ഹബീബായ നബി തങ്ങൾ വീണ്ടും പറയുകയാണ് വശഫതാനി തസ്നിയാൻ രണ്ട് ചുണ്ടുകൾക്ക് വ്യഭിചാരമുണ്ട് സാബ ചുണ്ടുകൾ വ്യഭിചരിക്കുന്നുണ്ട് സാബ ഫസിനാഹുമാ അൽഖുബലൂ രണ്ട് ചുണ്ടുകളുടെ വിചാരം അത് അന്യരെ ചുംബിക്കലാണ് അല്ലാഹു അനുവദിച്ചതാകുന്ന ഭാഗത്തിലൂടെയല്ലാതെ അന്യരെ ചുംബിക്കാൻ നിന്റെ ചുണ്ടുകൾ കൊണ്ട് നീ ഒരുങ്ങുന്നുണ്ടോ ആ ചുണ്ടുകളുടെ വിചാരമാണ് എന്ന് പഠിച്ചു വെക്കണേ സഹോദര പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ മിക്സഡ് കോളേജിലേക്ക് കയറി ചെല്ലുന്നവരെ അത്തരത്തിലുള്ളതാകുന്ന സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ താല്പര്യം വെക്കുന്നവരെ അവസാന ക്ലാസ്സുകൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ കാമുകനുമായി ചുംബനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഇനി എപ്പോൾ കാണുവിക്ക എന്ന് പറയുന്ന സഹോദരി പഠിച്ചു വെക്കണേ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല വ്യഭിചാരം ശരീരത്തിന്റെ സർവ്വ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അവയവങ്ങൾക്കുമുണ്ട് വ്യഭിചാരം ഞങ്ങൾ ശാരീരികമായി ബന്ധപ്പെടലും നടത്തിയിട്ടില്ലല്ലോ മുസ്ലിയാരെ എന്ന് നിങ്ങൾ പറയേണ്ടതില്ല പാടില്ല അങ്ങനെ പറയാം ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കുമുണ്ട് ഹറാമ കാണൽ കണ്ണിന്റെ വിചാരമാണ് കേൾക്കല്ലത് കാതിന്റെ വിചാരമാണ് ചുംബനം നടത്തല്ലത് ചുണ്ടിന്റെ വിചാരമാണ് നഊദു ബില്ലാഹി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്ന് പുലർന്നില്ലേ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു الساعة حتى توجد المرأة جهارا نهارا تنكح وسط الطريق لا ينكر أحدا ولا يغيره ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഉറപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ, ഈ ലോകം നശിക്കുകയില്ല സഹാബ. ഹത്താ തുജദൽ മർഅതു ജഹാറൻ നഹാറാ. പരസ്യമായി നടുറോഡുകളിൽ സ്ത്രീകൾ വിചരിക്കുന്ന കാലഘട്ടം കാണാതെ, പരസ്യമായി നടുറോഡിൽ പുരുഷന്മാർ വിചരിക്കുന്ന കാലഘട്ടം കാണാതെ, ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കാണുകയല്ലയോ. പൊതുവായി മനുഷ്യൻ ഉപയോഗിക്കുന്ന വസ്തുവല്ലയോ ബസ്, പൊതുവായി മനുഷ്യൻ ഉപയോഗിക്കുന്ന വാഹനമല്ലയോ ട്രെയിന്. ആ ട്രെയിനിലും ബസ്സിലും പോലും അശ്ലീലതകളിൽ നിന്ന് കാണുകയല്ലയോ, അശ്ലീലതകൾ ദർശിക്കുകയല്ലയോ. മടിയില്ലാതെ ഉളുപ്പില്ലാതെ അന്യപെണ്ണുമായി ചുംബനത്തിൽ ഏർപ്പെടുന്ന ചെറുപ്പക്കാര് ഇന്ന് പരസ്യമായ ട്രെയിനിൽ നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുകയല്ലയോ. അത് ചുംബനം കാണുന്നവരോട് പറയുകയാണ്, നിങ്ങളൊന്ന് തിരിഞ്ഞു നിൽക്കണേ, സദാചാരത്തിന്റെ ആളുകളെ തിരിഞ്ഞു നിൽക്കണേ, ഞങ്ങൾ ഇവിടെ ചുംബിക്കട്ടെ എന്ന് പറയുന്ന ലോകമല്ലയോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ശരിയല്ലയോ. ലാ തഖൂമു സ്സാഅ ഹത്താ തുജദൽ മർഅതു ജഹാറൻ നഹാറാ تنكح وسط الطريق لا ينكر أحدا ولا يغيره. ഒരാൾ പോലും അതിനെ എതിർക്കാനുണ്ടാവൂല സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ലോകം എത്തും. അപ്പോഴേ ഈ ലോകം അവസാനിക്കുകയുള്ളൂ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞത് ഇന്ന് പുലർന്നില്ലേ? ചിന്തിക്കുന്ന സഹോദര സഹോദരിമാരെ, നല്ലതുപോലെ ചിന്തിക്കുന്ന. പരസ്യമായി നമ്മൾ കാണുക, പരസ്യമായി ബസ്സുകളിൽ, ട്രെയിനുകളിൽ, റോഡിന്റെ ഭാഗങ്ങളിൽ, ഇരുഭാഗങ്ങളിൽ, മനുഷ്യർ യാത്ര ചെയ്യുന്ന വേളകളിൽ അല്ലാത്തപ്പോഴും ഒക്കെ നമ്മൾ പരസ്യമായി കാണുകയാണ്. അതൊരു വിഷയമല്ല, പാശ്ചാത്യരുടെ ശൈലി പോലെ. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വല്ലദാനി തസ്നിയാൻ, രണ്ട് കൈകൾ വിചരിക്കുന്നുണ്ട് സഹാബ, കൈകൾക്ക് വിചാരമുണ്ട്. ഫസിനാഹുമാ അൽ ബത്ഷൂ, രണ്ട് കൈയുടെ വിചാരം അത് ഹറാമായ സ്ഥലത്തുള്ള പിടുത്തമാണ്. അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നിന്റെ കൈ കൊണ്ടുപോകുന്നുണ്ടോ, അത് കൈയുടെ വിചാരം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂക്ഷിച്ചോ, വ്യഭിചരിക്കുന്നവർ സൂക്ഷിച്ചോ. ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല വ്യഭിചാരം, ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളെയും ഉച്ചുവിലങ്ങടങ്ങണം. മുസ്ലിമാണോ ശ്രദ്ധിച്ചേ പറ്റും, ഇല്ലെങ്കിൽ വലിയ അദാബാണ്. നാളെ മഹ്ശറയിലേക്ക് ഈ ദുനിയാവിൽ അന്യ പെണ്ണിന്റെ ശരീരത്തിൽ സ്പർശിച്ചവനെ കൊണ്ടുവരുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നാളെ മഹ്ശറയിൽ കൊണ്ടുവരുന്ന രംഗം സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. قال رسول الله صلى الله عليه وسلم أن من وضع يده على امرأة لا تحل له بشهوة جاء يوم القيامة ويداه مغلولة إلى عنقه. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അന്നമൻ വദഅ യദഹു അലാ മർഅ ലാ തഹില്ലു ലഹു ബിശഹ്വാ. ഈ ദുനിയാവിൽ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ആരൊരുവനെ കൈവച്ചിട്ടുണ്ടോ, സ്പർശിച്ചിട്ടുണ്ടോ, അത് ബസ്സിലാകട്ടെ, ട്രെയിനിലാകട്ടെ, കാറിലാകട്ടെ, പാർക്കിലാകട്ടെ, മാളിലാകട്ടെ, ബീച്ച് റോഡുകൾ വെച്ചാകട്ടെ, എവിടെ വെച്ചായിരുന്നാലും ഹറാമായ രീതിയിലാണ് അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നീ സ്പർശനം നടത്തിയത് എങ്കിൽ ജാഅയൗമൽ ഖിയാമ വയദാഹു മഗ്ലൂലതു ഇലാ ഉനുഖിഹി.
അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അവന്റെ രണ്ട് കൈകളെയും പിരടിയിലേക്ക് വെച്ച് ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിലാണ് കടന്നു വരിക. നഊദു ബില്ലാഹ്. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് അവനെ കൊണ്ടുവരുന്ന രംഗമാണ്. ഈ ദുനിയാവിൽ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കരസ്പർശം നടത്തിയിട്ടുള്ള ചെറുപ്പക്കാരാ, അതിനുവേണ്ടി നിന്നുകൊടുത്ത പെങ്ങളെ പഠിക്കണേ. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ നിങ്ങളെ കൊണ്ടുവരുന്ന രംഗമാണ്. വയദാഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി. അവന്റെ രണ്ട് പിരടിയിലേക്ക് രണ്ട് കൈകളെ ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിലാണ് കൊണ്ടുവരുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ജനങ്ങൾ മുഴുവനും വിളിച്ചു പറയുകയാണ്, ഇവനെ അറിയില്ലേ, അറിയില്ലേ, ഇവനെ പാറപ്പള്ളി സ്വദേശിയാണ്, ഇവനെ പരിചിതമില്ലേ, ഇവൻ കാഞ്ഞങ്ങാട് സ്വദേശിയാണ്, ഇവനെ അറിയില്ലേ, ഇവൻ മാണിക്കോത്തുള്ള ചെറുപ്പക്കാരനാണ്, ഇവൻ കല്ലഞ്ചിറയിലുള്ള സഹോദരനാണ്. അന്യ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ, അന്യ പെണ്ണിനെ കയറി പിടിച്ചതിന്റെ പേരിലാണ് ഇവന്റെ കൈകളെ ഇങ്ങനെ അല്ലാഹു പിരടിയിലേക്ക് വെച്ച് ബന്ധിച്ചിരിക്കുന്നത്. വയഖദിറുഹു കുല്ലു മൻ റആ. മഹ്ശറയിൽ വെച്ചവരെ കാണുന്നവർ മുഴുവനും വെറുക്കുകയാണ്, വെറുക്കുകയാണ്. ആട്ടുമേ, ആട്ടുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല, തീർന്നില്ല. ഫൈന ഖബലഹാ. ഈ ദുനിയാവിൽ അന്യ പെണ്ണിനെ ചുംബിച്ചവരെ, ചുംബിച്ചവരെ, അത് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലായിരുന്നാലും കോളേജിൽ പഠിക്കുന്ന തലത്തിലായിരുന്നാലും, ഭർത്താവ് അറിയാതെ കാമുകന്റെ ചുംബനം ഏറ്റുവാങ്ങിയ പെങ്ങളെ, ഭാര്യ അറിയാതെ കാമയുടെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങിയതാകുന്ന ചെറുപ്പക്കാരാ, വ്യഭിചാരശാലകളിലേക്ക് പോയവരെ, അന്യരുടെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങിയ സഹോദരാ, ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, ഫൈന ഖബലഹാ ഖുരിളത് ശഫതാഹു ബിമഖറദിൻ നാർ. നരകത്തിൽ വെച്ചുകൊണ്ട് ചൂടാക്കപ്പെട്ടതായ ചൂടുള്ള കത്രിക കൊണ്ട് അവരുടെ ചുണ്ടുകളെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ മുറിച്ചു മാറ്റുമേ, മുറിച്ചു മാറ്റുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഖുരിളത് ശഫതാഹു ബിമഖറദിൻ നാർ. നരകത്തിന്റെ ശിക്ഷയുടെ മലക്കുകളായ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവരുടെ രണ്ടുപേരുടെയും ചുണ്ടുകളെ ഇതാ മുറിച്ചു മാറ്റുകയാണ്, മുറിച്ചു മാറ്റുകയാ ചൂടുള്ള കത്രിക കൊണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നഊദു ബില്ലാഹി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നരകത്തിലെ കത്രി കൊണ്ട്, ചൂടുള്ള കത്രി കൊണ്ടാണ് മുറിച്ചു മാറ്റുക. നഊദു ബില്ലാഹി. അല്ലാഹു കാക്കട്ടെ. എന്താണ് നരകം? നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ സ്വഹാബത്ത് വന്നിട്ട് ചോദിച്ചു, നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല, നരകത്തിന്റെ ഏറ്റവും വലുത് ഞാൻ പറയൂല, നരകത്തിന്റെ ഏറ്റവും ചെറുത് ഞാൻ പറഞ്ഞു തരാം. എന്തുകൊണ്ട്? നിങ്ങൾക്ക് താങ്ങാൻ പറ്റൂല വലുത്, അതുകൊണ്ട് ഞാൻ ചെറുത് പറഞ്ഞു തരാം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന അഹ്വാനകലിന്നാരി അദാബാ മല്ലഹു നഅലാനി വശറാഖാ. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയെന്ന് പറയണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല സഹാബ, നരകത്തിലെ ഏറ്റവും ചെറുത് പറഞ്ഞു തരാം. ഏറ്റവും ചെറുത്, ഏറ്റവും ചെറുത്. ഇതിൽ ചെറുതില്ല, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. അതുപോലെ ശ്രദ്ധിക്കണേ. നഊദു ബില്ലാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന അഹ്വാനകലിന്നാരി അദാബാ മല്ലഹു നഅലാനി വശറാഖാ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ, നരകത്തിലേക്ക് കടന്നാലുടനെ അവന്റെ കാലിലേക്ക് ഒരു ചെരുപ്പിട്ട് തരുകയാണ്, ചെരുപ്പിടുകയാണ്. നരകത്തിൽ പടക്കപ്പെട്ട ചെരുപ്പാണ്, തീയാനുള്ള ചെരുപ്പാണ്.
ഹവായി ചെരുപ്പ് പോലെയുള്ള രണ്ട് വള്ളികളുണ്ടതിനെന്ന് ഹബീബായ റസൂലുള്ളാഹി. രണ്ട് വള്ളികളുള്ള ചെരുപ്പാണ്. നമ്മൾ ബാത്റൂമിലൊക്കെ ധരിക്കുന്ന ഹവായി ചെരുപ്പ് പോലെയുള്ള രണ്ട് വള്ളികളുള്ള ചെരുപ്പ് തീയാൽ പടക്കപ്പെട്ട ചെരുപ്പാണ്. ധരിച്ചില്ലെങ്കിലോ ധരിപ്പിക്കും. അതിനല്ലേ മലക്കുകളുള്ള ശിക്ഷയുടെ മലക്കുകൾ, അതിനല്ലേ അവർ നിർബന്ധിച്ച് ധരിപ്പിക്കും. നരകത്തിൽ ചെരുപ്പ് മാത്രമല്ല, നരകത്തിൽ ഡ്രസ്സുണ്ട്. നരകത്തിൽ കോട്ടും സൂട്ടും കിട്ടും. നമ്മൾ ജയിലിൽ ചെല്ലുമ്പോ ജയിൽ പുള്ളികൾക്കില്ലേ നമ്പർ 352 360 70 എന്നൊക്കെ നമ്പർ വാങ്ങിച്ചു കൊടുക്കും. അതേപോലെ അവിടെ ഉണ്ട് ഡ്രസ്. ഹദീസാണ് ഇതൊക്കെ, വെറുതെ പറയില്ല, ഹദീസാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യഗ്ലി മിൻഹുമാ ദിമാഹു കമാ യഗ്ലിൽ മിർജലു. ആ ചെരുപ്പിന്റെ ചൂട് കാരണത്താൽ ചെരുപ്പിട്ടാലുടനെ അതിന്റെ ചൂടവന്റെ മുട്ടിലൂടെ തുടയിലൂടെ അവന്റെ തലച്ചോറിനുള്ളിലേക്ക് കടന്നു വരുകയാണ്. തലച്ചോറിലേക്ക് ആ ചൂടങ്ങോട്ട് അല്ലാഹു കാക്കട്ടെ. യഗ്ലി മിൻഹാ ദിമാഹു കമാ യഗ്ലിൽ മിർജലു. ആ ചൂട് നിമിത്തമായി അവന്റെ തലച്ചോറ് തിളച്ചു വന്നുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. സെക്കൻഡിനുള്ളിൽ തലച്ചോറ് തിളച്ചു വന്നു, തിളച്ചു മറിയും. കാലിലേക്ക് ചെരുപ്പിട്ടാലൂടെ അതിന്റെ ചൂട് ഉള്ളിലൂടെ ഇങ്ങനെ പ്രവഹിക്കുകയാണ്. എത്രയായിരിക്കും അതിന്റെ ചൂട്? നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണിതെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ പിന്നെ ചുണ്ട് മുറിച്ചു മാറ്റുക കമിതാക്കളുടെ ഈ ദുനിയാവിൽ ചുംബിച്ചു നടന്നവരുടെ എന്ന് പറഞ്ഞ ശിക്ഷയോ, അതെന്തായാലും ഇതിന്റെ താഴെയല്ല, അതിന്റെ മുകളിൽ വരും. കാരണം എന്താ? ഏറ്റവും ചെറിയ ശിക്ഷ ഏതാ പറഞ്ഞത്? ചെരുപ്പിട്ട് കൊടുക്കും, തലച്ചോറ് തിളച്ചു പറയും. അപ്പൊ ഇത് അതിന്റെ മുകളിലുള്ള വേദനയാണ്. യഊദു ബില്ലാഹി, അല്ലാഹു ആക്കട്ടെ. എത്രത്തോളം ഉണ്ടെന്നൊന്ന് ചിന്തിച്ചാൽ മതിയാവും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചുംബിച്ച് നടക്കുന്നവർക്ക് നാളെ കൊടുക്കുന്ന ശിക്ഷ എന്താണ്? അവരുടെ ചുണ്ടുകളെ ചൂടുള്ള കത്രി കൊണ്ട് മുറിച്ചു മാറ്റുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ആ ശിക്ഷയല്ല ഏറ്റവും ലോ ആയി നബി തങ്ങൾ പഠിപ്പിച്ചത്, ചെറിയ ശിക്ഷയായി പഠിപ്പിച്ചത് നരകത്തിൽ. പിന്നെ ഏതാണ്? ഒരു ചെരുപ്പിട്ട് കൊടുക്കും, ആ ചെരുപ്പിന്റെ ചൂട് കാരണമായി തല തിളച്ചു മറിയും, തലച്ചോറ് തിളച്ചു മറിയും. അപ്പൊ അതിന്റെ മുകളിലാണ് ഈ ശിക്ഷ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഫൈൻ സനാ ബിഹാ, അന്യപിണ്ഡമായി ദുനിയാവിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തശ്ഹദു അളമ ഫഖദിഹിൽ യുസ്റാ, അവന്റെ ഇടതുകാലിന്റെ തുടയല് അവനെതിരായി സാക്ഷി പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇടതുകാലിന്റെ തുടയല് നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ നമുക്കെതിരെ സാക്ഷി നൽകും. എന്തുകൊണ്ട്? നമ്മുടെ ലൈംഗിക അവയവത്തോട് ചേർന്ന് കിടക്കുന്ന അവയവമാണ് ഇടതുകാല് എന്ന് പറയുന്നത്, അതിന്റെ തുടയല്. അതുകൊണ്ട് ഈ തുടയൽ അല്ലാഹുവോട് പറയും, പടച്ചവനെ ഞാൻ സാക്ഷിയാണ്, ഇവൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ സാക്ഷിയാണ് എന്ന് നമ്മുടെ തുടയൽ അല്ലാഹുവിന്റെ മുന്നിൽ സാക്ഷി നിൽക്കും പരിശുദ്ധ തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇതന്നെയാണ് സൂറത്ത് യാസീൻ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്. നമ്മൾ എല്ലാ ദിവസവും ഓതുന്ന യാസീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون.
നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് ചെല്ലുമ്പോ മനുഷ്യ മാനവ നിന്റെ നാവിനെ അല്ലാഹു സീലവക്കുകയാണ്. ഈ ദുനിയാവിലെ കളവ് പറഞ്ഞ നിന്റെ നാവില്ലയോ, ഈ നാവ് കൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിൽ സംസാരിക്കാൻ കഴിയുകയില്ല, സാധിക്കുകയില്ല. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ സംസാരിക്കുന്നത് കൈകളാണ്. ഈ നാവിന്റെ സംസാര വൈഭവം അല്ലാഹു കൈകൾക്ക് നൽകുകയാണ്. നിന്റെ നമസ്കാരങ്ങൾ, നോമ്പുകൾ, നിന്റെ സകാത്തുകൾ, ഹജ്ജുകൾ, നിന്റെ സുഹൃത്തുക്കൾ മുഴുവനും വലത് കൈ അല്ലാഹുവിനോട് വിളിച്ചു പറയുമ്പോ നിന്റെ വലത് കാലിന്റെ തുടയല് അനുകൂലമായി സാക്ഷി നിൽക്കുകയാണ്. അപ്പോഴാണ് നിന്റെ ഇടത് കൈ വിളിച്ചു പറയുന്നത് അല്ലാഹു ഇവനെ കണ്ടുകുടിച്ചവനാണ് അല്ലാഹ്, ഇവൻ കഞ്ചാവിന് അടിമപ്പെട്ടവനാണ് അല്ലാഹ്, ഇവൻ ലഹരി നുണഞ്ഞവനാണ് അല്ലാഹ്, ഇവൻ വ്യഭിചരിച്ചവനാണ് റബ്ബേ. ഇതാ ഇടത് കൈ അല്ലാഹുവിനോട് വിളിച്ചു പറയുമ്പോ തശഹദു അദമ ഫഖദിഹിൽ യുസ്റാ, ഇടത് കാലിന്റെ തുടയല് അവനെതിരായി സാക്ഷി നിൽക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ أيديهم وتشهد أرجلهم بما كانوا يكسبون. അല്ലാഹുവിന്റെ മുന്നിൽ എല്ലാ നന്മയും തിന്മയും വിളിച്ചു പറയും. നന്മകൾ മുഴുവൻ വലത് കൈ പറയും, അതിന് സാക്ഷ്യം വലത് കാലിന്റെ തുടയല്. തിന്മ മുഴുവനും ഇടത് കൈ വിളിച്ചു പറയും, അതിന് സാക്ഷ്യം ഇടത് കാലിന്റെ തുടയല്. നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാക്കട്ടെ. വിചരിച്ചത് മുഴുവൻ നിന്റെ ഇടത് കൈ വിളിച്ചു പറയും. നീ കള്ളു കുടിച്ചത്, കഞ്ചാവിന് അടിമപ്പെട്ട് നടന്നത് ഒക്കെ വിളിച്ചു പറയും. അപ്പൊ സാക്ഷി നിൽക്കുക നിന്റെ കാലിന്റെ തുടയല്ലേ. നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചുരുക്കത്തിൽ അങ്ങനെ സാക്ഷി നിൽക്കുമ്പോൾ ഇടത് കാലിന്റെ തുടയല്ലേ എന്ന് ഹബീബ് റസൂലുള്ളാഹി. അവയവൻ സാക്ഷി എന്നാ പിന്നെ പറയണ്ടല്ലോ, നരകത്തിലേക്ക് പോകും. അതിപ്പോ വിശദീകരിക്കുന്നില്ല, ഞാൻ തിരിച്ചു വരുന്നു വീണ്ടും. അപ്പൊ ഒന്നാമത്തെ കടമ അതാണ്, അയ്യസ്തൻജിബ ഉമ്മഹു, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ഒന്നാമത്തെ കടമ നമ്പർ 1, കുട്ടിയുടെ മാതാവ് സാലിഹത്തായിരിക്കണം. അഥവാ നല്ല ദീനുള്ള പെണ്ണാണോ എന്ന് നോക്കിയിട്ടേ നമ്മൾ വിവാഹം ചെയ്യണം. ഇതുപോലെ തന്നെ ഉപ്പയും സാലിഹാണോ നോക്കണം, അഥവാ ഭർത്താവ് സാലിഹാണോ, ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുക്കനും സാലിഹാണോ എന്നുള്ളത് പെണ്ണിന്റെ വാപ്പ ഉമ്മ ശ്രദ്ധിക്കണം, കുടുംബാദികൾ ശ്രദ്ധിക്കണം, അന്വേഷിക്കണം. ഇന്ന് അന്വേഷിക്കാനുള്ള വകുപ്പ് എത്രയോ കൂടുതലാണ്. അന്വേഷിച്ച് നമ്മൾ നോക്കണം. എങ്ങനെയെങ്കിലും പെണ്ണിനെ ഇറക്കിവിടുക, ആരുടെയെങ്കിലും തലയെ കെട്ടിവെക്കുക, ആ ഒരു ശൈലിയാകാൻ പാടില്ല. ദീനുണ്ടോ, മതബോധമുണ്ടോ, മതവിദ്യാഭ്യാസമുണ്ടോ, എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷമേ വിവാഹം ചെയ്തയക്കാൻ പാടില്ല. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ അല്ലാതെ നടത്തിയാൽ എന്താ ഉസ്താദെ സംഭവിക്കുക? വേറൊന്നും അല്ല, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ നൽകിയാൽ ആ മക്കളോടുള്ള കടമയിൽ വീഴ്ച വരുത്തിയവരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടെയാണ് വിഷയം. രണ്ടാമത്തത് ശ്രദ്ധിക്കണേ, 3 കടമകൾ, അതിൽ രണ്ടാമത്തത് നല്ലതുപോലെ ശ്രദ്ധിക്കണം. വയുഹസിന ഇസ്മഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. വയുഹസിന ഇസ്മഹു, കുട്ടിയുടെ പേര് നന്നാക്കലാണ്. നല്ല പേര് മക്കൾക്ക് ഇട്ടുകൊടുക്കണം. വാപ്പാടെയും ഉമ്മായുടെയും ബാധ്യതയാണ്. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. നല്ല പേര് മക്കൾക്ക് ഇട്ടു കൊടുക്കണം, ദീനിയായ പേരിടണം. ഇന്നിപ്പോ പേരിടുന്നത് മുഴുവൻ ഇന്റർനെറ്റിനെ ആസ്വദിച്ചാണ്. ഇന്നത്തെ ന്യൂ ജനറേഷൻ നെറ്റിൽ നോക്കുക, എന്തെങ്കിലും ഒരു പേരിടുക, ആ ഒരു നിയ്യത്തായി പോയി. നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ ആകാൻ പാടില്ല. നല്ല പേര് മക്കൾക്ക് ഇട്ടു കൊടുക്കണം. നമുക്ക് ആലിമീങ്ങളില്ലേ, ഉസ്താദുമാരില്ലേ, ഖാദിമാരില്ലേ, മഹല്ല് മുദരിസുമാരില്ലേ, അവരോട് നമുക്ക് എന്തുകൊണ്ട് അഭിപ്രായം ചോദിച്ചുകൂടാ? അവര് പറയുന്ന ഒരു പേര് എന്തുകൊണ്ട് സജഷൻ ചെയ്തുകൂടാ? നമുക്ക് നമ്മുടേതായ ഒരു മാനം വെച്ചിട്ട് നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത, ദീനിലില്ലാത്ത എത്രയോ മോശമായ പേരുകൾ ഇട്ടുകൊടുക്കുന്ന ആളുകളുണ്ട്. നഊദു ബില്ലാഹി, അല്ലാഹു ആക്കട്ടെ. അന്വേഷിക്കുന്നതേ ഇല്ല. അന്വേഷണം വേണം. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തസമ്മൂ ബിഅസ്മാഇൽ അംബിയാ, അംബിയാക്കളുടെ പേര് നിങ്ങളുടെ മക്കൾക്ക് വെക്കണേ, അംബിയാക്കളുടെ പേര് കൊണ്ട് നിങ്ങൾ പേര് സിദ്ധിക്കണേ. ഹബീബായ റസൂലുള്ളാഹി
ഒരു കാലഘട്ടത്തിൽ ആദം എന്ന പേരുള്ളവരുണ്ടായിരുന്നു, നൂഹി എന്ന പേരുള്ളവരുണ്ടായിരുന്നു, മൂസ എന്ന പേരുള്ളവരുണ്ടായിരുന്നു, ഈസ എന്ന പേരുള്ളവരുണ്ടായിരുന്നു, സക്കരിയ എന്ന പേരുള്ളവരുണ്ടായിരുന്നു, യഹ്യ എന്ന പേരുള്ളവരുണ്ടായിരുന്നു, യൂനുസ് എന്ന പേരുള്ളവരുണ്ടായിരുന്നു, മുഹമ്മദ് എന്ന പേര് സിദ്ധിച്ചവരുണ്ടായിരുന്നു. ഈ പേരൊക്കെ മഹത്വമേറിയ പേരുകളാണ് അല്ലേ? ശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും ആ പേര് ഇന്ന് താല്പര്യപൂർവ്വം ഏറ്റെടുക്കുന്നവരാണോ? ചിന്തിക്കും. നമ്മുടെ ഉപ്പാക്കുണ്ടാക്കും, വല്യുപ്പാക്കുണ്ടാവും. ഇന്നത്തെ ന്യൂ ജനറേഷൻ മക്കൾ ആ പേര് ആരും ഇഷ്ടപ്പെടുന്നില്ല. നഊദു ബില്ലാഹി, അല്ലാഹു ആക്കട്ടെ. അമ്പിയാക്കളുടെ പേരുള്ളവരാരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കൈ ഉയർത്തിക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരോ മുഹമ്മദ് എന്നുള്ള പേരടക്കം ഉണ്ടോ? അൽഹംദുലില്ലാ. 2 പേര് ബാക്കിലില്ല. അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. മുഹമ്മദ് വലിയ പേരാണ്, നല്ല പേരാണ്. നമ്മൾ ഇന്ന് ആ പേരൊക്കെ ഇന്ന് ഒരു താല്പര്യവുമില്ലാതായി പോയി ഇന്നത്തെ സമൂഹത്തിൽ. നഊദു ബില്ലാഹി, അല്ലാഹു ആക്കട്ടെ. ഒട്ടും താല്പര്യമില്ല മുഹമ്മദ് എന്നുള്ള പേര്. ആ പേര് മാത്രം എടുത്തതിന് വലിയ പുണ്യം, വലിയ ശ്രേഷ്ഠതയുണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, من كان له 3 من الولد فلم يسم واحد منهم محمدا فقد جهلا. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആർക്കെങ്കിലും 3 മക്കളുണ്ടോ, 3 മക്കൾ ഒരാൾക്കുണ്ടാവുകയും അതിലൊരാൾക്കെങ്കിലും മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടില്ല എങ്കിൽ ഫഖദ് ജഹില, അവന് പേരിടുന്ന വിഷയത്തിൽ അജ്ഞനാണ്, വിവരമില്ലാത്തവനാണ്. 3 മക്കൾ ഒരാൾക്കുണ്ട്, എന്നിട്ട് ഒരാൾക്ക് പോലും മുഹമ്മദ് എന്ന പേര് അവൻ വെച്ചിട്ടില്ല എങ്കിൽ അവൻ ആ പേരിടുന്ന വിഷയത്തിൽ വിവരമില്ലാത്തവനായി പോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ എത്ര മക്കളുണ്ടെന്ന് ചിന്തിക്കും. 5 മക്കളുള്ളവർ ഈ സദസ്സിലുണ്ടാവും, 10 ഉള്ളവരുണ്ടാവും. ഒരാൾക്ക് പോലും ഒരു പേര് വെച്ചിട്ടുണ്ടാവില്ല. ഈ പേര് മാത്രം വെക്കുന്നതിന്റെ ശ്രേഷ്ഠത വലുതാണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 4 മദ്ഹബുകളിൽ ഒരു മദ്ഹബിന്റെ ഇമാമാണ്. മാലികി മദ്ഹബിന്റെ ഇമാമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയും. മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ മിൻ അഹ്ലി ബൈത്തിൻ ഫീഹിം ഇസ്മു മുഹമ്മദിൻ ഇല്ലാ റുസ്ഖു റിസ്ഖ ഖൈർ. മുഹമ്മദ് എന്നുള്ള പേരുള്ള ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിലുള്ള സർവർക്കും നല്ല റിസ്ഖ് നൽകപ്പെടുമേ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് എന്നുള്ള പേരുള്ള ഒരാളെങ്കിലും വീട്ടിൽ ഉണ്ട് എങ്കിൽ ആ വീട്ടിലുള്ള സർവർക്കും നല്ല ഭക്ഷണം അല്ലാഹു നൽകുമെന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചിന്തിച്ചു ആരെങ്കിലും ഉണ്ട് അങ്ങനെ വീട്ടില് മുഹമ്മദ് എന്നുള്ള പേരുള്ളവർ? മുഹമ്മദ് എത്ര പേരുണ്ട്? 5 പേരുള്ളത്. ആ പേര് മാത്രം ഇടണം. ആ പേര് മാത്രം, പേര് ചേർത്തിടുന്നതിലല്ല, ആ പേര് മാത്രമുള്ളതിനുള്ളൊരു മഹത്വമാണ്. രക്ഷിതാക്കൾ മനസ്സിലായിക്കോ, മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു വെച്ചോ. ഇനിയൊരു മകൻ ഉണ്ടാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ പേരിടിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കളില്ലാത്ത ആളുകളൊക്കെ നിയ്യത്ത് ചെയ്യാൻ, എനിക്കൊരു മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ മുഹമ്മദ് എന്ന് പേര് വെക്കും. ഉറപ്പായിട്ടും അല്ലാഹു മക്കളെ നൽകും. ആ മക്കൾക്ക് നിങ്ങൾ മുഹമ്മദ് എന്ന് പേര് വെച്ചാൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറപ്പായും അല്ലാഹു നൽകുന്ന നമ്മുടെ നിയ്യത്ത് അനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നടത്തുന്നത്. മുഹമ്മദ് വലിയ ശ്രേഷ്ഠതയുള്ള പേരാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ കാന യൗമുൽ ഖിയാമ നാദാ മുനാദിൻ ഫിസ് സമാ.
ഈ ലോകം അവസാനിച്ച് നാളെ മഹ്ശറയിലേക്ക് ജനങ്ങൾ ചെന്ന് നിൽക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്കിടയിൽ മലക്കുകൾ മുഖേന വിളിക്കുകയാ, അലാ അറിയണേ, ശ്രദ്ധിക്കണേ, ലിയഖും ഇസ്മു മുഹമ്മദ്, മുഹമ്മദ് എന്നുള്ള പേരുള്ളവർ ഒന്ന് എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ. കോടിക്കണക്കിന് ജനകോടികളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ എഴുന്നേൽക്കുകയാണ്. മുഹമ്മദ് എന്നുള്ള പേര് മാത്രമുള്ളവർ എഴുന്നേൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേനയായി അവരോടായി പറയുമത്രേ, ഫല്ലദുഖുലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണേ, കടക്കണേ. സ്വർഗ്ഗത്തിൽ കടന്നോ, യാ അല്ലാഹ്, യാ അല്ലാഹ്, സ്വർഗ്ഗത്തിൽ കടക്കൂ. മുഹമ്മദ് എന്നുള്ള പേര് മാത്രമുള്ളവർ.